കണ്ണൂരിൽ ഇപ്പോൾ EMS മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതിലേക്ക് അനുഭവസ്ഥരായ എല്ലാ വിഭാഗം ആളുകളും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നല്ല നിലയിൽ വിവിധ മേഖലകളിൽ നാടിൻ്റെ വികസനം, പുരോഗതി ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലല്ല, എല്ലാ മേഖലകളിലും. ഇപ്പോൾ നാടുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട് നേരിട്ട ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ, നാം അനുഭവിച്ചിരുന്ന വലിയ തോതിലുള്ള മാലിന്യ കൂമ്പാരത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ നദികൾ വല്ലാത്ത അവസ്ഥയിലായത്, ഇതെല്ലാം ഒരു നാടിൻ്റെ വികസനത്തെ ആകെ ബാധിക്കുന്നതാണോ എന്ന സംശയമുണ്ടാകാം. എന്നാൽ അത്തരം കാര്യങ്ങളിലടക്കം LDF സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടു പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെതായ പുരോഗതി നല്ല നിലക്ക് നേടാൻ നമ്മുടെ നാടിന് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം തകർന്നടിഞ്ഞു പോയ സ്ഥാനത്ത് നിന്ന് ലോകം ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗം അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രായമായവരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവയിലെല്ലാം ക്രിയാത്മകമായ നടപടികൾ സ്വീകരിച്ച് സർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന പ്രതീതി പൂർണ്ണമായും സൃഷ്ടിക്കാൻ ഈ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നാടിൻ്റെ വിവിധ മേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് നാട്ടിലാകെയുള്ള റോഡുകളും പാലങ്ങളും ഓവർ ബ്രിഡ്ജുകളും ഫ്ലൈ ഓവറുകളും മാത്രമല്ല, മറ്റൊട്ടേറെ പ്രധാനപ്പെട്ട പദ്ധതികൾ, അത് എടുത്തു പറയത്തക്ക ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടേറെ പദ്ധതികൾ നമുക്കിവിടെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. ചിലത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, ചിലത് നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നാടിൻ്റെ അഭിവൃദ്ധി ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനിടയായി. അത് ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധി എഴുതിയത്. ആ ജനവിധി ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ആ ജനവിധി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് എന്തൊക്കെയാണോ ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ, അതിൽ ഞങ്ങൾക്കൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുക, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്ന സ്വാദ്, എല്ലാ ജനവിഭാഗങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്ന സ്വാദ്, അതിനുതകുന്ന ഒരു വികസന നടപടികളാണ് നാം നടപ്പാക്കിയത്. സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനം, അതിൻ്റെ ശരിയായ നില തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കാതിരിക്കരുത്.
നമ്മുടെ കേരളത്തിലെ ഒരു ജനവിഭാഗവും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കാതിരിക്കരുത്. ആ നിലയിൽ മാതൃകാപരമായ രീതിയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് ഉയർന്നു വരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇതിന് തുടർച്ച വേണം. ആ തുടർച്ച ഞങ്ങൾ മാത്രമേ നടത്താനാവൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. ജനവിധി വന്നിരിക്കുന്നു. ആ വിധിയുടെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDF സർക്കാരാണ്. ആ UDF സർക്കാർ ഇത്തരം കാര്യങ്ങൾ നാടിൻ്റെ അഭിവൃദ്ധിക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്നവയെല്ലാം നടപ്പാക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ നടപ്പാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം ക്രിയാത്മകമായ പിന്തുണയും ഞങ്ങൾ നൽകും. എന്നാൽ